ഹായ് ഓൾ. നമുക്കൊരു മറ്റൊരു ബിസിനസ്സിൻ്റെ കേസ് സ്റ്റഡിയിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ചാങ് പെങ് റയോ വയസ്സ് മാത്രമേ ഉള്ളൂ. അയാൾ ചൈനക്കാരനാണ്. ഇപ്പം മാൾട്ടയിലാണ് അയാൾ റിസൈഡ് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ഇച്ചിരി ടെക്കാണ്, ക്രിപ്റ്റോ കറൻസിയാണ്. ബ്രാൻഡ് ബിനാൻസ് എന്നാണ്. ഫിനാൻസ് എന്ന് പറയുന്നതിന് പകരം ബിനാൻസ്. ഏതാണ്ട് $96 ബില്യൺ ആണ് ഇദ്ദേഹത്തിൻ്റെ നെറ്റ്വർത്ത്. എന്നാൽ ഹ്യൂജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഒന്നുമില്ല. പലപ്പോഴും പല രാജ്യങ്ങളുടെയും റെഗുലേറ്ററി സ്ക്രൂട്ടിനിക്കകത്ത് ഇദ്ദേഹം പെടുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് രാജ്യങ്ങൾ പലപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. ഈ ചാങ് പെങ് റയോയുടെ ബാക്ക്ഗ്രൗണ്ട് എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹം മാഗിൽ യൂണിവേഴ്സിറ്റി മോൺട്രിയാലിൽ നിന്നാണ് അദ്ദേഹം ഗ്രാജുവേറ്റ് ചെയ്തത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു. അപ്പോൾ ടോക്കിയോയിലാണ് അദ്ദേഹം ഒരു ഇൻറ്റേൺഷിപ്പ് എടുത്ത് അവിടെ നിന്നാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റൊക്കെ തുടങ്ങിയത്. അത് കഴിഞ്ഞ് സ്റ്റോക്ക് ട്രേഡിങ് തുടങ്ങി. ഇപ്പോൾ ബ്ലൂംബെർഗ് എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ട്രേഡ് ബുക്ക് LLC അപ്പോൾ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് സെക്ടറിൽ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വളർച്ച, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ അഡാപ്റ്റബിലിറ്റിയാണ്. എല്ലാ പുതിയ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് വളരെ പെട്ടെന്ന് മാറും. ഒരുപാട് അഡാപ്റ്റബിലിറ്റി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസിക്കകത്ത് സംതിങ് ലൈക്ക് ഒരു എക്സ്ചേഞ്ച് പോലെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം വേണ്ടപ്പെട്ടവർക്ക് വാങ്ങാനും അതുപോലെ കൊടുക്കാനും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വളരെ പെർസിസ്റ്റൻസും ഡെഡിക്കേഷനും സക്സസ്സിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരുടെ ഈ ഒരു കേസ് സ്റ്റഡി നമ്മളെടുത്ത് നോക്കുമ്പോഴത്തേക്കും വളരെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇന്നോവേഷൻ, അഗെയിൻ അനദർ ഇന്നോവേഷൻ. അപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം വളരെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയാണ്. ബ്ലോക്ക് ചെയിൻ, ഇപ്പോൾ വാല്യൂ ഇന്നോവേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇവരെ സക്സസ്സിലേക്ക് കൊണ്ട്. 96 ബില്യൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പം ഇദ്ദേഹത്തിന് നമുക്ക് ന്യൂ ആന്ത്രപ്രണേഴ്സ് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഗ്ലോബൽ വിഷനാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സംഭവം. തിങ്ക് ഗ്ലോബലി ആൻഡ് എക്സ്പാൻഡ് അവർ ഹൊറൈസൺസ്, സെർച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റീസ് ഗ്ലോബലി. മറ്റൊരു കാര്യം കണ്ടിന്യൂസ് ഇന്നോവേഷൻ. അപ്പോൾ ഇന്നത്തെ ഇന്നോവേഷൻ നാളെ വീണ്ടും ഇന്നോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം സ്റ്റേ എഹെഡ് ഓഫ് ഇന്നോവേഷൻ ഓർ ടെക്നോളജി ഓർ അഡ്വാൻസ്മെൻറ്റ്. അതിനനുസരിച്ച് വരുന്നതനുസരിച്ച് അബ്രിഷ് ഓഫ് ടെക്നോളജി അതിൻ്റെ കൂടെ തന്നെ പൊക്കോളുക. എജൈൽ ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയും. വളരെ സ്വിഫ്റ്റായിട്ട് അഡാപ്റ്റബിൾ ഡിസിഷൻ മേക്കിംഗ്. പിന്നെ വളരെ കസ്റ്റമർ സെൻട്രിക്കാണ്, വളരെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ്. ഇതൊരു സർവീസ് സെക്ടറാണ്. അപ്പോൾ അവരുടെ സർവീസ് ഡെവലപ്മെൻറ്റ്. പിന്നെ ഇവർക്കും ഇടയ്ക്കൊക്കെ ചെറിയ ചാലഞ്ചസും തട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അഗെയിൻ ബൗൺസിങ് ബാക്ക്. നമുക്ക് ഏതൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കഴിഞ്ഞും കുറച്ചുകൂടെ നന്നായിട്ടാണ്. അപ്പോൾ ഇവരുടെ ചാങ് പെങ് റയോയുടെ സക്സസ് സ്ട്രാറ്റജീസ് എടുത്ത് നോക്കുമ്പോൾ കമ്മ്യൂണിറ്റിയെ എൻഗേജ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ കൂടുതലും ഗ്രീൻ ടെക്കാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. അവർ കൊടുക്കുന്ന സർവീസ് പ്രൊഡക്റ്റാണ്, അതിന് ഒരുപാട് ഇന്നോവേഷൻസ്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് അവരെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാനായിട്ടുണ്ടായത് അവരുടെ AI ഇൻ്റഗ്രേഷൻ. എല്ലാത്തിനകത്തും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇൻ്റഗ്രേഷൻസ് വരുന്നുണ്ട്. ഇനി വളരെ യുണീക്കായിട്ടുള്ള അപ്രോച്ച്, അവിടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്സ്, സക്സസ് ടൂൾസായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ക്രിപ്റ്റോ കറൻസിയുടെ എക്സ്ചേഞ്ചസ് ആണ്. അതങ്ങനെ അധികം പേര് ചിന്തിക്കാത്തൊരു സംഭവമാണ്. ക്രിപ്റ്റോ കറൻസിക്ക് ഒരു എക്സ്ചേഞ്ച് പോലെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉപയോഗിച്ച്, ഇപ്പോൾ ഡിഫി പ്ലാറ്റ്ഫോംസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് വ്യക്തികൾക്ക് കടം കൊടുക്കുന്ന പിയർ ടു പിയർ ലെൻഡിങ് ഒക്കെ, അതൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയിൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് കോൺട്രാക്ട്സ് ഓൺലൈനിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന സൈബർ സെക്യൂരിറ്റി സൊല്യൂഷൻസ്, ഇതൊക്കെ അവരുടെ പ്രൊഡക്റ്റിൽ പെട്ടതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, ഡേറ്റ അനലിറ്റിക്സ് ടൂൾസ്, മൊബൈൽ ആപ്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, നെറ്റ്വർക്കിംഗ്, പിന്നെ
ഇൻഡസ്ട്രി ഈവൻറ്റ്സ് നടത്തുക. പിന്നെ ഇവരുടെ നോക്കുമ്പോൾ ഈ ചാങ് പെങ് ജയോടെ പ്രധാനമായിട്ടും ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എല്ലായിടത്തും അയാൾ പോകുന്ന സ്ഥലത്തെല്ലാം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് നിങ്ങളത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നതിന് പകരം നിങ്ങളുടെ ബിസിനസ്സിന് എത്രമാത്രം സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, മറ്റു കമ്പനികളും മറ്റ് പ്രസ്ഥാനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് പറ്റുമോ, സ്ട്രെങ്ത് എടുക്കാനായിട്ട് പറ്റുമോ, അപ്പോൾ അവരുടെ സ്ട്രെങ്ത് കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അവരുടെ റിസോഴ്സസ് കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ. അപ്പോൾ പാർട്ട്നേഴ്സിന് അതിനകത്തുനിന്ന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിൽ നിന്ന് ന്യൂ മാർക്കറ്റ്സ്, അപ്പോൾ ഒരു കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ആ പെണ്ണിൻ്റെ ഫാമിലി പെട്ടതും പുരുഷൻ്റെ ഫാമിലി പെട്ടതും ഇവർ രണ്ടുപേരുടെ ഒരു സിനർജി വരും എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് വരുമ്പോൾ ഒരാൾക്കൊരു അഡ്വാൻറ്റേജും വേറെ ആൾക്കൊരു അഡ്വാൻറ്റേജും തമ്മിൽ സിനർജി വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് കൂട്ടർക്കും പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഷെയറിങ് എക്സ്പെർട്ടൈസ് അതാണ് അതിനകത്ത്, ആൻഡ് റെഡ്യൂസിങ് കോസ്റ്റ്, ഇതൊക്കെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള നേട്ടം. അപ്പോൾ ഇത് നിങ്ങൾക്ക് കഴിയട്ടെ. വളരെ നല്ലൊരു കേസ് സ്റ്റഡിയാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം. ഓൾ ദ ബെസ്റ്റ്.